പോത്തങ്കോട് പഞ്ചായത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. തരിശ് ഭൂമികളെല്ലാം കൃഷിയിടങ്ങളാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് സഞ്ജീവനി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്. അതിൻ്റെ കീഴിൽ വരുന്നതാണ്. നമ്മൾ 5 ഗ്രൂപ്പുകളായിട്ടുള്ള കൃഷിയിടമാണിത്. അതിൽ നമ്മുടെ പോത്തങ്കോട് കൃഷിഭവനിൽ നിന്നും പോത്തങ്കോട് പഞ്ചായത്തിൻ്റെ ഇതിൽ നിന്നും നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതുതലമുറയ്ക്ക് ഇതൊരു പ്രചോദനമാണ്. കാരണം ഇവിടെ മൊത്തം കാട് കയറി കിടന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂള് പഠിത്തം കഴിഞ്ഞ് ഇവിടെ വന്ന് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ കാട് കയറി കിടക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരാളെങ്കിലും ഇറങ്ങി ഒന്ന് ചെയ്ത് കാണിച്ചാൽ ബാക്കിയുള്ളവർക്കും ഇത് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ 2-3 നമ്മുടെ ചേട്ടന്മാരും ഞങ്ങൾ സഹായിക്കാടാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ചെയ്തപ്പോൾ വിജയിച്ചു. അപ്പോൾ മണ്ണിൽ നമ്മൾ പണിയെടുത്താൽ അതിനുള്ള ഫലം നമുക്ക് കിട്ടുമെന്ന് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഇവിടെ ഒരുപാട് പന്നി ശല്യം കൂടി ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പന്നി കയറാതിരിക്കാനായിട്ട് ഷീറ്റ് വെച്ച് മറയ്ക്കുകയും പിന്നെ നമ്മുടെ പോത്തങ്കോട് പഞ്ചായത്ത് നമ്മുടെ മെമ്പറുണ്ട്, നമ്മുടെ വാർഡ് മെമ്പർ, പുള്ളിക്കാരൻ നല്ല സഹായം. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ അത് തീർത്തുതരികയും ഇവിടെ എൻ്റെ കൂടെ മിക്കപ്പോഴും ഈ കൃഷിയിടങ്ങൾ വന്ന് സന്ദർശിച്ച് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വിജയകരമായി നമുക്കിത് ചെയ്യാൻ കഴിയും. ഞാനിതിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ ഒരു ചേട്ടൻ സന്തോഷ് കുമാർ, പ്രമോദ്, മണിക്കുട്ടൻ, സുരേഷ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ഇവർ 5 പേരും കൂടി 4 പേരാണ് എന്നെ സഹായിക്കാനെന്ന് പറഞ്ഞ് ഇവിടെ വന്നത്. അവരുടെയും കൂടെ ഒരു പ്രയത്ന ഫലമായിട്ടാണ്. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് നമ്മുടെ പോത്തങ്കോട് പഞ്ചായത്തിൽ ധാരാളം സ്ഥലങ്ങൾ തരിശായി കിടക്കണം. അപ്പോഴാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞങ്ങൾ ആലോചിച്ചത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന് തരിശ് ചെയ്ത പഞ്ചായത്താക്കി മാറ്റുന്നതിനോട് ശ്രമം നടത്തിക്കൂടാന്ന് ആലോചിക്കുകയും തീർച്ചയായും അങ്ങനെ അത്തരത്തിലൊരു ആലോചന വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഓണത്തിന് നമ്മൾ തോവാളയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൂ വാങ്ങുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അത്തപ്പൂക്കളത്തിനൊക്കെ നമുക്ക് നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാമെന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂട്ടായ്മകൾ രൂപീകരിക്കുകയും നമ്മൾ ഇത്തരത്തിലുള്ള കൃഷികൾ ആരംഭിക്കുകയും ചെയ്തു. ഇവിടെ കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. അവിടെ ഇത്തരത്തിൽ 5 ആൾക്കാർ ചേർന്ന് സഞ്ജീവനിയുടെ പേരിൽ 5 പേർ ചേർന്ന് ഇവിടെ ഇന്നിപ്പോൾ ഈ ജമന്തി കൃഷികൾ ചെയ്ത് 7 ഏക്കർ സ്ഥലത്താണ് പോത്തങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ഈ വർഷം കൃഷി ചെയ്തിരിക്കുന്നത്. ഈ ഓണത്തോടനുബന്ധിച്ച് തീർച്ചയായും അതെല്ലാം വിളവെടുക്കാൻ കഴിയും. കാരണം നമ്മളത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പഞ്ചായത്തിൽ 70 ഹെക്ടർ സ്ഥലത്താണ് കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 70 ഏക്കർ സ്ഥലത്ത് ആൾക്കാരില്ലാതെ കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. അവിടെ 70 ഏക്കർ സ്ഥലത്ത് കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് തരിശ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷി ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടക്കും. എല്ലാ വാർഡിലും നമ്മൾ ഇത്തരം സ്ഥലങ്ങളെല്ലാം കൃഷിയോഗ്യമാക്കുന്നതിന് കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ ഇവിടെ 5 പേര് വളരെ കഠിനമായി ശ്രമിച്ചിട്ടാണ് ഇത്രയും പൂക്കൃഷി നടത്താൻ കഴിയുന്നത്. ഇനിയും മൊത്തം 7 ഏക്കർ സ്ഥലത്താണ് പോത്തങ്കോട് ഗ്രാമപഞ്ചായത്ത് ഈ പൂവനി എന്നുള്ള പേരിൽ കൃഷി നടത്തുന്നത്. പ്രത്യേക കാരണം ഇതിൽ എടുത്തു പറയേണ്ടത് ഇപ്പം നമ്മുടെ തിരുവ സുനാൽ കൃഷി ഓഫീസർ അദ്ദേഹം വളരെ സജീവമായി ഈ വിഷയങ്ങൾ ഇടപെടുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയത്. വളരെ സജീവമായി ആൾക്കാരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നതിൽ സജീവമായി ഇടപെടുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. തീർച്ചയായും ഇനി ഇതെല്ലാം പഞ്ചായത്ത് എല്ലാ വാർഡുകളും വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി.